ഐസക് ജോർജ് എന്നൊരു മനുഷ്യനെ മുൻനിർത്തി ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 6 മനുഷ്യർക്ക് ഈ നാട്ടിൽ പുതുജീവൻ നൽകിക്കൊണ്ട് ഒരു മനുഷ്യൻ കടന്നു പോവുകയാണ്. സ്വന്തം അവയവങ്ങൾ പറിച്ചു നൽകിക്കൊണ്ട്. ആ സന്ദർഭത്തിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ മത അന്ധത ബാധിച്ച അല്ലെങ്കിൽ മത അടിമ ചിന്തകളുള്ളവർ ദയവായി കേൾക്കരുത്. കാര്യം നിങ്ങൾക്കിത് ദഹിക്കുന്ന വിഷയമല്ല. ഉടലോടെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരല്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം നാളുകളിൽ നമ്മൾ എങ്ങനെയാണ് അവർക്ക് വേണ്ടി അടയാളപ്പെടുത്തി കടന്നു പോവുക എന്ന ചിന്തയെ മാത്രം മുൻനിർത്തി ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഇന്നലെ അദ്ദേഹത്തിന് അവയവദാനത്തിന് ശേഷം കിംസ് ആശുപത്രിയിൽ ആ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ ആ ആശുപത്രിയിലെ ജീവനക്കാർ ഒന്നടങ്കം സല്യൂട്ട് നൽകി ആ ശരീരത്തോട് ആദരവർപ്പിക്കുന്ന കാഴ്ച കണ്ടിട്ട് നമുക്ക് തുടങ്ങാം. കണ്ടല്ലോ, ഒരുപാട് പേർ അനുദിനം നമ്മുടെ നാട്ടിൽ ജീവൻ വെടിയുന്നുണ്ട്. അതിൽ ഒരാൾക്ക് ഈ ഒരു അംഗീകാരം കിട്ടുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അയാൾ മരണം കൊണ്ട് പോലും ഇവിടെ മനുഷ്യർക്ക് ഉപകാരം ചെയ്തിട്ട് പോവുകയാണ്. ഒരു വ്യക്തി, ഐസക് ജോർജ് എന്നൊരു വ്യക്തി, ഇന്നലകളിൽ പുരോഗമന പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഡിവൈഎഫ്ഐയുടെ മുൻ നേതാവായിരുന്നു. കൊട്ടാരക്കരയ്ക്ക് സമീപമാണ് അദ്ദേഹത്തിന്റെ യൂണിറ്റ് ഉണ്ടായിരുന്നത്. അവിടെ ഹൃദയപൂർവ്വം പൊതിച്ചോറിന്റെ ഭാഗമായിരുന്നു.